ഹലോ നമ്മുടെ ചാനൽ നമ്മുടെ ധനുഷിന്റെ ഏറ്റവും മിത്രമായിട്ടുള്ള കുബേര എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ ഡീറ്റെയിൽ ആ റിവ്യൂ കൊടുത്തിട്ട് ഷോർട്ട് റിവ്യൂ ആണ്. ശേഖർ കമോലയാണ് ഡയറക്ടർ. മുൻ ചിത്രങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഹാപ്പി ഡേയ്സ് പോലത്തുള്ള വലിയ ടീം തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഡയറക്ടർ തന്നെ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡയറക്ടർ തോന്നിപ്പിക്കുന്ന മിനിമം ഗ്യാരണ്ടി തോന്നിപ്പിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് തിരക്കഥ. ദേവി ശ്രീ പ്രസാദാണ് മ്യൂസിക് ഗാനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുബേരയെ കുറിച്ച് പറയുമ്പോൾ ധനുഷിനെ കൂടാതെ നാഗാർജുന, അതുപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ള നമ്മുടെ രശ്മിക മന്ദാന, ഹാരിഷ് ടാരടി തുടങ്ങിയ പ്രധാനപ്പെട്ട കാസ്റ്റിംഗ് വരുന്നുണ്ട്. കുബേര ട്രയലിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പാവപ്പെട്ടവനും അതുപോലെ തന്നെ പണക്കാരനും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പണക്കാരൻ വീണ്ടും പണക്കാരനാൻ ശ്രമിക്കുന്നത്, ദരിദ്രൻ എന്നും ദരിദ്രൻ തന്നെ തോന്നിപ്പിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിന് പ്രധാനമായിട്ടും കണ്ടന്റായി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതിന് ട്രെയിലർ അങ്ങനെ എനിക്കൊന്നും ചിത്രം കണ്ടപ്പോഴും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റ് തന്നെയാണ് അവർ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചില്ലെങ്കിൽ പോലും പലർക്കും കൊള്ളാവുന്ന തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ കണ്ടന്റ്. പക്ഷേ എങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു സബ്ജക്റ്റ് തന്നെയാണ്. എങ്കിൽ പോലും അത് കാണുന്ന പ്രേക്ഷകരിലേക്ക് കണ്ടിരിക്കാൻ സാധിച്ചിരുന്നില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ പോരായ്മ എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ഇമോഷണൽ ആണെങ്കിൽ പോലും ഇപ്പോൾ തന്നെ ഒരു മാസ് ഡയലോഗോ പരിപാടി കാര്യങ്ങളൊന്നും ഇതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ പോലും പക്ഷേ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്, ഏറ്റവും വലിയൊരു നെഗറ്റീവ് കഥാപാത്രം തമ്മിലുള്ള ഒരു കെമിസ്ട്രി തന്നെയാണ്. ഒട്ടും പറക്കാവുന്നില്ല. എക്സ്പെഷ്യലി ഈ നാഗാർജുന, അതുപോലെ തന്നെ നമ്മുടെ ധനുഷ്, അല്ലെങ്കിൽ ധനുഷ് രശ്മിക മന്ദാന തുടങ്ങിയ കഥാപാത്രം തമ്മിലുള്ള ഒരു കണക്ടിവിറ്റി തോന്നുന്നില്ല. വില്ലൻ അത്യാവശ്യം നല്ല ഫ്രഷ്നസ് കീപ്പ് ചെയ്യാൻ കൊണ്ടുവരാൻ ശ്രമിക്കുമെങ്കിൽ പോലും മധ്യത്തിലും ഒരു പരിധിക്ക് അപ്പുറത്തോട്ടെത്തുമ്പോൾ നമ്മൾ റിപ്പീറ്റ് അടിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനമായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ തന്നെയാണ് എനിക്ക് തോന്നുന്നു. ഈ കുബേരയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാടുപെട്ട അപരാധ കഥകളെല്ലാം ചേർന്നിട്ടുള്ള ഒരു പടുദുരന്തമാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം ഒരു 3 മണിക്കൂർ കാണുന്ന പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന യാതൊരു തരത്തിലുള്ള ഗുണമേന്മയോ പടത്തിൽ ക്വാളിറ്റിയോ പടത്തിൽ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മൾ കുബേരയെ കുറിച്ച് ഡീറ്റെയിൽ ആയ റിവ്യൂ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ള ഡീറ്റെയിൽ ആയ റിവ്യൂ കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.